ചെറിയ തണുപ്പുണ്ട്, പിന്നെ സൈലന്റ് ആണ്. വീട്ടിൽ നിന്ന് ഇപ്പോൾ വാപ്പയാണ് വിളിച്ചത് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, ഒരു കിലോ. ഒരു എമർജൻസി കോൾ, വാപ്പ വിളിച്ചതാണ്. എവിടെയോ പുലി ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് പിന്നെ നമ്മളെ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്, പക്ഷെ ഇനി ഇവിടെ നിൽക്കുന്ന കാര്യം ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് വലിയ ദൂരമല്ല ഈ കടുവ പുലി ഇറങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത്. വയനാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എപ്പോൾ നോക്കിയാലും ഇതൊരു പഴയ തറവാടാട്ടോ. ഒരു പഴയ തറവാട് ഓടിട്ടൊരു വലിയൊരു വീടാണ്. നമ്മളിന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആൾതാമസമൊന്നുമില്ല, അങ്ങനത്തെ ഒരു വീടാണ്. ഫുള്ള് തോട്ടങ്ങളാട്ടോ, കാപ്പിത്തോട്ടവും ഉണ്ടോ. ഇതിൻ്റെ അടുത്തൊന്നും വേറെ വീടുകളോ ഒന്നും ഇല്ല കേട്ടോ. ഒരു ഫുള്ളൊരു കാട് പോലത്തെ ഏരിയ തന്നെ. എന്താ വെച്ചാൽ തോട്ടങ്ങളാണ്, ഒരു സൈലന്റ് ഏരിയ ആണ്. ഇത് കണ്ടോ, ഫുള്ള് തോട്ടങ്ങളാണ്. ഇതാണ് ഈ വീടിൻ്റെ ഏകദേശം പുറകുവശം. ഏകദേശം 6:30-7 മണി ആവാറായി. അതാ ഒന്നും ക്ലിയർ ആവുന്നില്ല. നേരത്തെ ഇറങ്ങിയതാണ്, പക്ഷെ കുറച്ച് നടക്കേണ്ടി വന്നു. ഏകദേശമൊക്കെ നല്ല ഇരുട്ടായി തുടങ്ങി. നമുക്ക് ആദ്യം ലൈറ്റ് സെറ്റ് ചെയ്യാം. നമുക്കിവിടെ ടെൻറ്റ് സെറ്റാക്കാം. നല്ല ഇരുട്ടായി. ടെൻറ്റ് സെറ്റായി. ടെൻറ്റിനുള്ളിൽ ഒരു ലൈറ്റ് വെക്കണം. നമ്മുടെ ബാഗൊക്കെ എന്തായാലും ടെൻറ്റിനകത്ത് വെക്കാം. ചെറിയ 2 ലൈറ്റ് കൂടി ഉണ്ട്, അത് ഈ ലൈറ്റ് കൂടി ഇവിടെ വെക്കാം. അടച്ചിടാം.
അടുത്തൊന്നും ഒരു ലൈറ്റോ ഒരു വീടോ ഒന്നുമില്ല. എൻ്റെ ഫുള്ള് കാടും തോട്ടങ്ങളും ഒക്കെയാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. കഴിഞ്ഞ വട്ടത്തെ പോലെ പന്നിയൊക്കെ വന്നാലാ പ്രശ്നം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ നേരത്തെ ഇത് പറയാൻ മറന്നുപോയി. പിന്നെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പഴയ തറവാടാട്ടോ. ഒരു 60-70 കൊല്ലമൊക്കെ പഴക്കമുള്ള പഴയ ഓടിട്ട വലിയൊരു വീടാ. അതിന്റെ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മളുള്ളത്. പിന്നെ ഫുള്ള് വേറെ ഇതൊന്നുമില്ല, അതായത് അടുത്ത് വീടുകളൊന്നുമില്ല. ഫുള്ള് കാപ്പിത്തോട്ടം, മുളകും തോട്ടം, കാവും തോട്ടം, അങ്ങനെയുള്ള തോട്ടങ്ങളാണ്. അപ്പൊ നമ്മൾ ആ വീടിന്റെ ഒരു മുറ്റത്താണ് ഇപ്പൊ ടെന്റ് അടിച്ചിരിക്കുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് ചിക്കൻ കൊണ്ടുവന്നുണ്ട്. ചിക്കനൊക്കെ നല്ല വറുത്ത് ഇതിന്ന് ഇവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ പോവാം. അപ്പൊ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ നേരത്തെ വരുമ്പോഴേ പറയണായിരുന്നു, പകല് മറന്നുപോയി. ഈ വീടൊക്കെ കൂടി കണ്ടപ്പോ അത് ചുറ്റി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ അങ്ങനെ മറന്നുപോയി. അപ്പൊ ഓക്കെ, നമ്മൾ അടുപ്പുണ്ടാക്കാൻ നോക്കട്ടാ. എന്നിട്ട് കട്ടൻ ചായ ഒക്കെ വെച്ച് കുടിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പരിപാടി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കല്ല്, കുറച്ചല്ല, ഒരു 3 കല്ല് വേണം. ഇതുണ്ട്, ഇതിന്റെ പഴയ അമ്മിയൊക്കെയാണ്, അരക്കണ അമ്മി. ഇതിലിപ്പോ താമസമില്ല കേട്ടോ, കുറെ ആയി താമസമൊക്കെ കഴിഞ്ഞിട്ട്. പണ്ടത്തെ ഈ 2 നില വീട് പോലത്തെ വീടാണ്. അത് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഉണ്ടാ, ശരിക്കൊരു സൈലന്റ് ഏരിയ ആണ്. ശരിക്കും ഒരു പേടിയുള്ള ഒരു ഏരിയ കേട്ടോ. പക്ഷെ എനിക്ക് പേടിയില്ല, ഞാൻ ഭയങ്കര. ഇതാ ഒരു കല്ല്, ഇതാ അവിടെ. ഈ ഒരു കല്ലെടുക്കാം. ഇനിയും കല്ലുകൾ വേണം. ഇതൊരു കട്ടയുടെ കഷ്ണമാണ്. ഓടിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഭയങ്കര സൈലന്റ് ആട്ടോ. ഇതുണ്ട് അതിന്റെ മേൽഭാഗം. 2 നില പോലത്തെ വീടാ. എന്തായാലും കല്ലെടുക്കട്ടെ, ഇവിടെ കിടന്ന് കറങ്ങാൻ പറ്റില്ല. ഇത് ഭയങ്കര ഇരുട്ടുള്ള ഒരു സൈലന്റ് സ്ഥലം. ശരിക്കും പറഞ്ഞാൽ പേടിയാവുണ്ട് കേട്ടോ. എന്തായാലും ഈ കല്ലുകൾ എടുക്കട്ടെ. ഒരു കല്ല് ഇതെടുക്കാം. ഓക്കെ, ഇനി അടുത്ത കല്ല്. എന്തായാലും നമ്മുടെ കല്ല് റെഡിയായി. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് നമുക്ക് കുറച്ച് കട്ടൻ ചായ ഒക്കെ വെച്ച് കുടിക്കുമ്പോഴത്തേക്ക് തീയെല്ലാം ചൂടാവും. എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ റെഡിയാക്കാം. നമുക്ക് കുറച്ച് വിറക് വെച്ചിട്ടൊന്ന് അടുപ്പൊന്ന് ചൂടാക്കി വെക്കാം. നല്ല ശരിയുള്ള ടൈമാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും ചെയ്തു. വന്നതും കുറച്ച് ലേറ്റായി. കുഴപ്പമില്ല, കുറച്ച് വിറക് എടുത്തിട്ട് വരട്ടെ. കുറച്ച് വിറക് കിട്ടിയിട്ടുണ്ട്. മതി തൽക്കാലം. എന്തായാലും കുറച്ച് വിറക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റാക്കാം. തീ പിടിപ്പിക്കാം. തീയൊക്കെ കത്തി എന്തായാലും സെറ്റായി വരുന്നുണ്ട്. തീ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് കട്ടൻ ചായ വെക്കാം. നമുക്ക് നമ്മുടെ ചായ ഉണ്ടാക്കാനുള്ള സാധനം എടുക്കാം. ഇത് നമ്മുടെ ചായ ഉണ്ടാക്കാനുള്ള പാത്രമാണേ.
ഇത് നമ്മുടെ ഗ്യാസ് കുറ്റി, ഇത് നമ്മുടെ ഗ്യാസ് അടുപ്പ്. ചായ ഉണ്ടാക്കി റെഡി ആകുമ്പോഴത്തേക്ക് അടുപ്പ് ചൂടായി സെറ്റാക്കി എടുക്കാം. നമ്മുടെ ഗ്യാസ് സെറ്റായി. വെള്ളം എടുക്കട്ടെ. ചായ റെഡിയാവും. 5 മിനിറ്റ് കൊണ്ട് ചായ റെഡിയാവും. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രൈ പാന് ഇതിലാണ് നമ്മുടെ ചിക്കൻ റെഡിയാക്കുന്നത് കേട്ടോ. ഏതായാലും വെള്ളം തിളച്ചു നല്ലോണം. നമുക്ക് പൊടിയിടാം. നമ്മൾ കോഫി പൗഡർ ആട്ടോ ഇടുന്നത്, കാപ്പിപ്പൊടിയാണ്. നല്ല തിളച്ച്. അത് റെഡിയായി. എന്നിട്ട് ഓഫാക്കാം. സംഭവം റെഡിയായി. ഓക്കെ, നമ്മുടെ ചായ റെഡിയായി. ഇനി ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടിയുള്ളൂ കേട്ടോ. അടിപൊളി കാപ്പി. ഈ കാപ്പി കുടിച്ചിട്ടുള്ള ബാക്കി പരിപാടി. വാ, മധുരല്ല, മധുരം കുറഞ്ഞു. കുറച്ചുകൂടി മധുരിടണം. വേണ്ടല്ലേ, മതി. നമ്മുടെ ചിക്കന് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട്, ഇതാണ് ചിക്കൻ. ഇനി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് മസാല തേക്കുക, പൊരിച്ചടിക്കുക. അതാണ് പരിപാടി. എന്തായാലും നല്ല ഏരിയ കേട്ടോ. ചെറിയ തണുപ്പും ഉണ്ട്, പിന്നെ സൈലന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ വീട് കാണുമ്പോൾ ഒരു പേടിയാവും കേട്ടോ. എന്നുവെച്ചാൽ ഫുള്ള് സൈലന്റ് അല്ലേ. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു പേടി. ഇനി നമുക്ക് ആ ചിക്കന് ഒന്ന് കഴുകിയിട്ട് അത് അടുപ്പത്ത് വെച്ച് റെഡിയാക്കാം. അടുപ്പ് നല്ല കത്തി സെറ്റായിട്ടുണ്ട്. ചിക്കനൊന്ന് കുറച്ച് കഴുകി കൊണ്ടുവന്നാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി കഴുകാം. കഴുകി ഒരു വര ഇടാം അല്ലേ. ഒരു വര ഇട്ട് കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് പിടിച്ചോളൂ. മസാല പിടിക്കാനുള്ള ടൈമൊന്നും വെയിറ്റ് ചെയ്യാനില്ല. വേഗത്തിൽ തിന്നിട്ട് കിടന്നുറങ്ങണം. ഓക്കെ, അത് മതി.
പൊടികളൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി വെക്കാം. ഇവിടെയൊക്കെ പൊടിയാ. എന്നും നമ്മളിടുന്ന പോലെ തന്നെ ഉപ്പുപൊടി, പിന്നെ അത് കഴിഞ്ഞ് ഇത് മല്ലിപ്പൊടി. നമ്മളിത് വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും ഇല്ല കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെന്താ ഇതെന്താ മുളക് പൊടി, മീറ്റ് മസാല, അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നുമില്ല. മതി, ഇതെല്ലാം ഇട്ടു. അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വറുത്തടിക്കുക, കയറി കിടക്കുക. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അധികം സമയമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നമ്മൾ വെക്കും. ഈ നമ്മൾ ചായ കുടിച്ച പാത്രവും അതും ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നവരെ ഒന്ന് വെക്കും. അത് കഴിഞ്ഞാൽ പൊരിച്ചടിക്കും. ചിലപ്പോൾ ഒരു കട്ടൻ ചായ കൂടി വെക്കേണ്ടി വരും. അടുപ്പ് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കട്ടെ. തീയൊക്കെ ഉണ്ട്, നല്ല കനലുണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം. ഒരു വട്ടം പിടി കത്തിപ്പോയി, എന്നിട്ട് മരത്തിന്റെ പിടിയിട്ട് ഇപ്പൊ കത്തി പോവുന്ന പേടി. ഇല്ല, കത്തില്ലെന്ന് വിചാരിക്കാം അല്ലേ. കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ എണ്ണ നല്ല ഐസ് പോലെ ആയല്ലോ, നല്ല കട്ടയായി. ഈ വയനാട്ടിലെ തണുപ്പേ എപ്പോഴൊന്നും ഇല്ല കേട്ടോ, വൈകുന്നേരം രാവിലെ ഉള്ള തണുപ്പ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കാം. അപ്പൊ നമ്മളെ ചിക്കൻ അങ്ങ് വെച്ചു കൊടുക്കാം. അടിപൊളി. ഒരു ഫുൾ ചിക്കൻ ഒന്നും ഇല്ല കേട്ടാ, ഇത് കുറച്ചേ ഉള്ളൂ. എന്താ വെച്ചാൽ ബാക്കി വീട്ടിൽ വെച്ച് എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് തിന്നൂല്ല. ഏതായാലും അങ്ങനെ ഫ്രൈ ആവണം. സംഭവം സെറ്റാട്ടാ. ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്, കുഴപ്പമില്ല. ഒരു ചെറിയ തണുപ്പും നല്ലൊരു സുഖമുള്ള കാലാവസ്ഥയാണ്. എന്തായാലും നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം അടിപൊളി പരിവായിട്ടാ, സൂപ്പറായി. ഒരു കഷ്ണം നോക്കട്ടെ. സൂപ്പർ, അടിപൊളി. ഇതെന്നും പറഞ്ഞ പോലെ അടിപൊളിയല്ല, നല്ല ടേസ്റ്റ്. വേറൊന്നും ഞാൻ ചേർത്തിട്ടുമില്ല. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, വേറൊന്നും ചേർത്തില്ല. കുറച്ച് വെളിച്ചെണ്ണ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ, അടിപൊളി. ഒരു മിനിറ്റ്, വാപ്പ വിളിക്കുന്നു. ഹലോ, എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വാപ്പയാണ് വിളിച്ചത് കേട്ടോ.
എന്താ വെച്ചാൽ ഞാൻ ഇപ്പം നിൽക്കുന്നിടത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, ഒരു കിലോമീറ്ററൊക്കെ ഉള്ളൂ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് എൻ്റെ വീട്ടിലേക്കുമായിട്ട്. പക്ഷേ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് അല്ല, ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ കടുവ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ വിളിച്ച് പറഞ്ഞതാണ്, അതായത് വടുവഞ്ചാൽ തോമാടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കടുവ ഇറങ്ങിയിട്ടുണ്ട്. കടുവയോ പുലി എന്നാ പറഞ്ഞത്. അപ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് ഇങ്ങ് പോരാനാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ശരിക്കും ഒരു പേടിയായിട്ടാണ്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ല, വയനാട്ടിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ ഈ കടുവ പുലി അങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ രാത്രിയൊന്നും സ്റ്റേ ചെയ്യാനൊന്നും ഒറ്റയ്ക്ക് പറ്റൂല. പിന്നെ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് വലിയൊരു ദൂരം അല്ല ഇതൊന്നും, 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലവും അങ്ങനെയുള്ള ആ വെള്ളച്ചാട്ടങ്ങളൊക്കെ. അതുകൊണ്ട് അങ്ങ് വന്നിരിക്കുന്നതാണ്. ഓരോ വീഡിയോ ചെയ്യാനുള്ളൊരു ഇഷ്ടവും ഇങ്ങനെയുള്ള ഓരോ ഒറ്റയ്ക്ക് ഇങ്ങനെ കുക്ക് ചെയ്യുക, അങ്ങനെ കഴിക്കുക, അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം, അതുകൊണ്ട് അങ്ങ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇത് കൂടി കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയായി. ഇതിപ്പോൾ കഴിക്കണ്ടേ, ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോകണോ എന്നുള്ളൊരു ചിന്തയായി ഇപ്പോൾ. എന്താ വെച്ചാൽ ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ ഫുള്ള് സൈലന്റ് ഏരിയ. ഞാൻ പറഞ്ഞില്ല, അടുത്തൊന്നും വീടുകളില്ല, ചുറ്റുവട്ടത്തൊന്നും ഒരു വീടില്ല, ആകെയുള്ളത് ഈ ഒരു വീടാണ്. ഇതാണ് ഈ ഓടിട്ടൊരു പഴയ തറവാടാണ്, ഒരു പഴയ മന പോലത്തെ ഒരു വീടാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. എന്തായാലും ഇവിടുന്ന് പോണോ, വണ്ടി എടുത്തിട്ടില്ല, നടന്നല്ലേ വന്നത്. നമ്മൾ വരുന്ന വഴിക്ക് കാറൊന്നും വരില്ല, ബൈക്ക് വരും, പക്ഷെ ബൈക്ക് എടുത്തില്ല, നടന്നാ വന്നത്. ഇനി വീട്ടിൽ പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1 കിലോമീറ്റർ നടക്കണം, അതൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇവിടെ കിടക്കണോ, വീട്ടിൽ നിന്ന് പറയണത് പെട്ടെന്ന് ഇങ്ങ് വരാനാ പറയുന്നത്. അപ്പോൾ ഇവിടെ കിടക്കണോ നിൽക്കണോ എന്നുള്ളതൊരു കൺഫ്യൂഷനിലാണ്. ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ കേട്ടോ. പിന്നെ നമ്മളെ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്, പക്ഷെ ഇനി ഇവിടെ നിൽക്കുന്ന കാര്യം ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന കാര്യം ഡേഞ്ചറാണ് ഇവിടെ. ഇതിപ്പോൾ ഓരോരുത്തർ വിളിക്കുന്നുണ്ട് എന്നെ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കുറച്ച് കാട് ഏരിയ ആണല്ലോ. കാട് ഏരിയ മീൻസ് നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു കിലോമീറ്റർ ഒക്കെ ഉള്ളൂ, പക്ഷെ തനിച്ചല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യത്തെ വീഡിയോയിലൊക്കെ, നമ്മളെ വയനാട് ഭയങ്കര ഒരു ഡേഞ്ചർ ഏരിയ ആണ്. ഏത് സൈഡിൽ കൂടെ പോയാലും കടുവയും പുലിയും ഒക്കെ ഉണ്ട്. അപ്പം ഞാനിത് തനിച്ച് പോകാനൊരു പേടി, ശരിക്കും പറഞ്ഞാൽ തനിച്ച് പോകാനൊരു പേടിയുണ്ട്. അപ്പം ഞാനിത് എന്തായാലും ഇതൊക്കെ കുറച്ച് കഴിച്ചിട്ട് എന്തായാലും ഇതിനകത്ത് തന്നെ കയറി കിടക്കാൻ പോകാം കേട്ടോ. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് സൈലൻ്റ് ആയിട്ട് അങ്ങ് കിടക്കാം. എന്തായാലും തനിച്ച് പോക്ക് നടക്കൂല, അല്ലെ പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരണം. ഞാൻ നോക്കട്ടെ എന്തായാലും ഒന്ന്. ശരിക്കും പറഞ്ഞാലേ നമ്മളെല്ലാം മൂടും അങ്ങനെ. ചിക്കനൊക്കെ നല്ല സെറ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നേരത്തെ വെച്ച കട്ടൻ ചായ കേട്ടോ, കട്ടൻ കാപ്പിയാണ്. ഇനി വെക്കാനൊന്നും പറ്റൂല, ഉള്ള മൂട് പോയി. ആരെങ്കിലും പിള്ളേർ 2-3 നേരം വിളിച്ചിട്ടുണ്ട്, ആരെങ്കിലും വരികയാണെങ്കിൽ ഞാനൊക്കെ പോകട്ടോ. ഇന്ന് കിടക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് വലിയ ദൂരമല്ല ഈ കടുവ പുലി ഇറങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത്. വയനാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. കാന ഇറങ്ങി, കടുവ ഇറങ്ങി, പുലി ഇറങ്ങി, ഒരു സമാധാനം ഉണ്ടാവില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു 7 മണി ആയിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആരും പുറത്തിറങ്ങലില്ല. പിന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാനൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ ഇറങ്ങണതാ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയാ. ഓൾറെഡി പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. പുലി ഇറങ്ങിയെന്നും പറഞ്ഞ ഫോണ് വന്നതിന് ശേഷം ചെറിയൊരു ഒച്ച കേട്ടാലും ഭയങ്കര പേടി. ചെറിയൊരു ഒച്ച കേട്ടാലും നമുക്ക് പേടിയാവും. എന്തായാലും നീ കൈ എഴുതാനൊന്നും പുറത്തേക്ക് പോകാൻ പേടിയാ, പോണില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് പോകും. ഫോണിൽ ചാർജും കുറവാണ്, 13% ഉള്ളൂ. ബാക്കി സാധനങ്ങൾ, ലൈറ്റും സാധനങ്ങളൊക്കെ പുറത്തുണ്ട്. ഒരെണ്ണം ഓഫാക്കി, ഒരു ചെറുതുണ്ട് ഓഫാക്കാൻ.
അതിന് പിന്നെ ഓഫ് ആകും. അതായത് ചാർജ് തീരുമ്പോൾ അങ്ങ് ഓഫ് ആയിക്കോളും, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് കത്തുകയാണെങ്കിൽ കത്തിക്കോട്ടെ. എന്തായാലും ഉണ്ടോ ചെറിയ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിലൊരു ഞെട്ടൽ വരിക. ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഒരു പേടിയുള്ള ഓട്ടത്തിലാണ് ഞാൻ. എന്തായാലും ഞാൻ ഈ ലൈറ്റ് കൂടി ഓഫ് ആക്കിയിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കാം. എന്നിട്ട് ഞാൻ പറയാട്ടാ ബാക്കി എന്തെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും വരും കൂട്ടാനേ. ചെറിയ ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കങ്ങ് ടെൻഷനാവും. കുഴപ്പമില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. കടുവ എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടി, അതാണ്, വേറൊന്നുമില്ല. ഇതാണ് വയനാട്ടിലൊരു പ്രശ്നം. ഇതിനൊരു പരിഹാരം കാണാൻ പോലും പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും വീഡിയോ വലിയ കുഴപ്പമില്ല അല്ലേ, ആവറേജ് അത്രേ ആയുള്ളൂ. എന്താ വെച്ചാൽ ആ മൂടങ്ങ് ആ ഒരു ത്രില്ലങ്ങോട്ട് പോയി. കുഴപ്പമില്ല, എന്തായാലും നോക്കാം. ഞാനെന്തായാലും ഞാൻ വരുന്നവരെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഞാനിവിടെ കിടക്കാം. ആരെങ്കിലും വിളിച്ചാൽ മാത്രം ഒന്നും ഞാൻ പുറത്ത് വെക്കുന്നില്ല. ഞാൻ അതിൻ്റെ മണം എന്തെങ്കിലും അടിച്ചിന് വരാൻ നിൽക്കണ്ട. എല്ലാ സാധനം ഇവിടെ തന്നെ വെച്ചിട്ട് ഞാൻ എന്തായാലും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇവിടെ സൈഡാവാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഇത്രയേ ഉള്ളൂ വീഡിയോ, വേറെ ഒന്നും അല്ല കേട്ടോ, പേടിച്ചിട്ടാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇതിൻ്റെ വിവരം, ഈ പുലിയുടെ വിവരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇന്ന സ്ഥലത്ത് വന്നു എന്നോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ആയിന്നോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ആരെങ്കിലും കണ്ടു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ അതിലെ പാസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. നമ്മളെ വീടിൻ്റെ അടുത്തൊരു 3 കിലോമീറ്റർ അപ്പുറം തോമാടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ പാസ് ചെയ്ത്, പാൽ സൊസൈറ്റിയുടെ അതിലെ പാസ് ചെയ്തു എന്ന് അപ്പോൾ വീട്ടിൽ നിന്ന് വാപ്പ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അത് വാപ്പായ ആരെങ്കിലും വിളിച്ച് പറഞ്ഞായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കര ഒരു പേടി പിടിപ്പിക്കുന്ന ഒരു നാടാണ് വയനാട്. ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇങ്ങനെ, ആദ്യമൊന്നും ഇങ്ങനെ അധികം ഇല്ല. എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ എന്തായാലും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കാൻ പോകും. ആരെങ്കിലും വിളിച്ചിവിടെ വന്നാൽ ഞാൻ പോകും, ഇല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ കിടക്കും. എന്നിട്ട് ആ പുലിയുടെ വല്ല വിവരം ഉണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ.